പല സ്ത്രീകളും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഡെലിവറിക്ക് ശേഷമുള്ള വജൈനൽ ലൂസ്, പിന്നെ യൂറിൻ ലീക്കേജ് ഇതൊക്കെ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? പ്രസവത്തിന് ശേഷം കാണുന്ന മിക്ക സ്ത്രീകളും പറയുന്ന ഒരു വലിയൊരു കംപ്ലൈന്റ് ആണ് വെജൈനൽ ലാക്സിറ്റിയും പിന്നെ അതേമാതിരി തന്നെ യൂറിൻ ലീക്കേജും. അപ്പം ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗം. ഇതിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. ഒന്ന് സർജിക്കൽ മെത്തേഡും രണ്ട് നോൺ സർജിക്കൽ മെത്തേഡ്. നോൺ സർജിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് PRP ഇഞ്ചക്ഷൻ ചെയ്യും, ഫില്ലേഴ്സ് ചെയ്യും, പിന്നെ അതേമാതിരി തന്നെ എനർജി ബേസ്ഡ് ഡിവൈസസ് വെച്ചിട്ടുള്ള കുറെ ചികിത്സാ രീതികളുണ്ട്. അതിൽ ഒന്നാണ് ലേസർ ചികിത്സാ രീതി. അത് വെജനൽ റീജുവനേഷൻ എന്നാണ് ആ ചികിത്സാ രീതിക്ക് പറയുന്നത്. ലേസർ കൊണ്ട് നമ്മൾ വെജൈനെ പുനർജീവിപ്പിക്കുക, അതായത് പഴയ രീതിയിലൊക്കെ ആക്കി എടുക്കുക. അതാണ് വെജനൽ റീജുവനേഷൻ. അതേമാതിരി തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ചെയർ വെച്ചിട്ട് വീണ്ടും പേശികളെ ഉത്തേജിപ്പിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഹൈഫം എന്നുള്ള ചികിത്സാ രീതി. പിന്നെയുള്ളത് അൾട്രാസൗണ്ട് എനർജി ഡിവൈസ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഹൈ ഫോക്കസ് ഹൈഫു എന്നുള്ള ചികിത്സാ രീതി. ഹൈ ഫോക്കസ് അൾട്രാസൗണ്ട്, അതാണ് ഹൈഫു എന്നുള്ളത്. ഇതിലൊക്കെ തന്നെയും നമ്മൾ വെജൈനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. പലതരം എനർജി ഡിവൈസസ് വെച്ചിട്ട് അതിനെ വെജൈനെ ഉത്തേജിപ്പിച്ചിട്ട് അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ചർമ്മം പുതിയതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യൂറിൻ ലീക്കേജ്, ആ പേശികളുടെ ദൃഢതയൊക്കെ കൂടും. അങ്ങനെ പഴയ രീതിയിൽ വെജൈനയാവും. ഒരു പ്രസവത്തിന് മുന്നേ ഉള്ള ആ വെജൈനമാര് തന്നെ ആയി മാറുകയാണ് ചെയ്യുന്നത്.